നമസ്കാരം. ഞാൻ ബിന്ദു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് PR-ന്റെ ഇൻവിറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്കറിയാമല്ലോ IELTS 8 ഈച്ച് അല്ലെങ്കിൽ PTEക്ക് 79 ഈച്ച് ഉണ്ടെങ്കിൽ നമുക്ക് സുപ്പീരിയർ ഇംഗ്ലീഷിൻ്റെ 10 പോയിന്റ് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പം ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് PTEയുടെ അല്ല IELTSന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്കുള്ളൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും. വൺ സ്കിൽ റീടേക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് IELTSൽ. വൺ സ്കിൽ റീടേക്ക്, അതിൽ ഏതെങ്കിലും ഒരു ലിസണിങ്ങിനോ റീഡിങ്ങിനോ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് നമ്മുടെ സ്കോർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിന് മാത്രം ഒരു സിറ്റിംഗ് കിട്ടും. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എല്ലാ പ്രാവശ്യവും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിങ് ഏതെങ്കിലും ഒരു ഒരെണ്ണത്തിന് നമ്മൾ അച്ചീവ് 8 ഈച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി മാത്രം നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്തിട്ട് നമുക്ക് വൺ സ്കിൽ റീടേക്ക് എന്നുള്ള ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിംഗിൾ TRF ആയിരിക്കും, സിംഗിൾ ഷീറ്റ് ആയിരിക്കും. IELTSന്റെ ഒരു സിംഗിൾ ഷീറ്റാണ് കിട്ടുന്നത്. അതിനകത്ത് ബെസ്റ്റ് 4 റിസൾട്ട് ആയിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻസ് എടുക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് 476 വിസ, 485 ആൻഡ് 482. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ ആണല്ലോ മെയിനായിട്ട്. നമുക്ക് പോയിന്റ് ബേസ്ഡ് വിസാസ് വരുന്നത് ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ കാറ്റഗറി ആയിട്ടുള്ള 491, 189, 190 എന്നുള്ള വിസാസ് ആണല്ലോ. അത് ഇതിനകത്ത് വരുന്നില്ല, ഈ കാറ്റഗറിക്കകത്ത് വരുന്നില്ല. ദാറ്റ് മീൻസ് ആ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻസ് ഉള്ള എല്ലാ വിസയ്ക്കും ഈ വൺ സ്കിൽ റീടേക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാം. കാരണം ഞാൻ ഓവർസീസിലുള്ള പല സെൻറ്ററും IELTS സെൻറ്റേഴ്സും ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇപ്പം ഏതൊക്കെ കൺട്രിയിൽ ആരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഈ ഫെസിലിറ്റി, IELTS സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ സ്കിൽ റീടേക്ക് എന്നുള്ള ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് IELTSന്റെ 8 ഈച്ച് സുപ്പീരിയർ ഇംഗ്ലീഷ് സ്കോർ ചെയ്ത് നിങ്ങളുടെ PR-ലോട്ടുള്ള നിങ്ങളുടെ സ്റ്റെപ്പ് ഒന്നുകൂടെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഓരോ ടിപ്സിനും ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. സോ താങ്ക് യു എവരിവൺ. നമസ്കാരം.